Kerala Reader English Class 10 Trills and Thrills Bird Watching in India എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. Some of us spend hours on end in the forest to catch a glimpse of an exotic bird or animal. അപൂർവമായ ഒരു പക്ഷിയെയോ അല്ലെങ്കിൽ ഒരു മൃഗത്തെയോ ഒന്ന് കാണാൻ വേണ്ടി നമ്മളിൽ ചിലർ മണിക്കൂറുകളോളം കാട്ടിൽ ചിലവഴിക്കാറുണ്ട്. ഡു യു എൻഗേജ് ഇൻ ബേർഡ് വാച്ചിങ് ഓർ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി? നിങ്ങൾ പക്ഷി നിരീക്ഷണത്തിലോ വന്യജീവി ഫോട്ടോഗ്രാഫിയിലോ ഏർപ്പെടാറുണ്ടോ? അതായത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, വന്യജീവികളെ ഫോട്ടോ എടുക്കുന്ന ആ കാര്യത്തിലൊക്കെ ഏർപ്പെടാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. Have you identified the species of animals or birds that have chosen your locality as their habitat? അതായത് നിങ്ങളുടെ പ്രദേശത്തെ ഒരു ഹാബിറ്റേറ്റായിട്ട്, അതായത് ഒരു ആവാസ സ്ഥലമാക്കി തിരഞ്ഞെടുത്ത മൃഗങ്ങളെയോ പക്ഷികളെയോ നിങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. Here is an excerpt from The Fall of a Sparrow by Salim Ali, who is known as the Birdman of India. അതായത് ബേർഡ്മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന സലീം അലിയുടെ ദ ഫോൾ ഓഫ് എ സ്പാരോ എന്ന ആത്മകഥയിൽ നിന്നുള്ളൊരു ഭാഗം നമുക്കിവിടെ താഴെ വായിക്കാൻ പോവാണ്. എക്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ആത്മകഥ. ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ, അതാണ് ഇതിൻ്റെ ഹെഡിങ്. അതായത് ട്രിൽസ് എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ കരച്ചൽ, പിന്നെ ത്രിൽസ് എന്ന് പറഞ്ഞാൽ ആവേശകരം. അപ്പം ഈ ഇന്ത്യയിലെ പക്ഷി നിരീക്ഷണം ഈ പക്ഷികളുടെ കരച്ചിൽ മുഖാന്തരം വളരെ ആവേശകരമാണ്. സലിം അലി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു കണ്ടക്ട് സിസ്റ്റമാറ്റിക് ബേർഡ് സർവേസ് അക്രോസ് ഇന്ത്യ. ഇന്ത്യയിലുടനീളം ശാസ്ത്രീയമായി വളരെ കൃത്യതയോടുകൂടെ പക്ഷി നിരീക്ഷണം നടത്തിയ വ്യക്തിയായിരുന്നു, അതും ആദ്യത്തെ ഇന്ത്യൻ പൗരനായിരുന്നു സലീം അലി. ഹി ഈസ് ദ ഓഥർ ഓഫ് സെവറൽ ബുക്സ് ഓൺ ഓറിയന്റോളജി. പക്ഷി നിരീക്ഷണത്തിൽ അനേക പുസ്തകങ്ങൾ എഴുതിയ ആളാണ് ഇദ്ദേഹം. He co-authored the landmark 10-volume Handbook of the Birds in India and Pakistan with Sidney Dillon Ripley. ഇദ്ദേഹം സിഡ്നി ഡിലൻ റിപ്ലേ എന്ന വ്യക്തിയും കൂടെ ചേർന്ന്, അതാണ് co-authored എന്ന് പറയുന്നത്, എന്ന വ്യക്തിയും കൂടെ ചേർന്നിട്ട് ഹാൻഡ്ബുക്ക് ഓഫ് ദ ബേർഡ്സ് ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഇന്ത്യയിലും പാകിസ്ഥാനിലുമുള്ള പക്ഷികളെക്കുറിച്ചുള്ള പുസ്തകം, ആ പുസ്തകത്തിൻ്റെ 10 വോളിയങ്ങൾ എഴുതിയിട്ടുണ്ട്, 10 volumes. He was awarded the Padma Bhushan in 1958. 1958 പത്മഭൂഷൺ ലഭിച്ചു ഇദ്ദേഹത്തിന്. ആൻഡ് ദ പത്മ വിഭൂഷൺ ഇൻ 1976. 1976 പത്മ വിഭൂഷൺ ലഭിച്ചു. Several species of fauna like Salim Ali's fruit bat and Salim Ali's dove gecko and a couple of bird sanctuaries and institutions have been named after him. സലീം അലീസ് ഫ്രൂട്ട് ബാറ്റ്, അതായത് പഴവർഗ്ഗങ്ങൾ മാത്രം തിന്നുന്ന വവ്വാല്. സലീം അലീസ് ഡോഫ് ഗീക്കോ, ഡോഫ് ഗീക്കോ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു തരം പല്ലി. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സ്പീഷീസ്, ജീവവർഗ്ഗങ്ങൾ, പിന്നെ ബേർഡ് സാങ്ച്വറീസ്, പക്ഷി സങ്കേതങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങൾ, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു. One of the standard questions to me is about the thrilling adventures in a lifetime of exploring for birds. എൻ്റെ ജീവിതകാലത്ത് ഞാൻ നിരീക്ഷിച്ച പക്ഷികൾ, അല്ലെങ്കിൽ എൻ്റെ പക്ഷി നിരീക്ഷണ സമയത്ത് എനിക്ക് സംഭവിച്ച ത്രില്ലിംഗ് അഡ്വഞ്ചേഴ്സ്, അതായത് സാഹസികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സാഹസികതകളെക്കുറിച്ചായിരിക്കും സാധാരണ എല്ലാവരും എന്നോട് ചോദിക്കാറ്. മൈ ആൻസർ മസ്റ്റ് സീം ഡിസപ്പോയിൻറ്റിംഗ്. പക്ഷേ എൻ്റെ മറുപടി അവർക്ക് നിരാശാജനകമായി തോന്നിയേക്കാം. ഓറിയന്റോളജി ആസ് എ ഹോബി ഓർ പ്രൊഫഷൻ, though full of adventures, rewards and disappointments, is usually one of the most peaceful of pursuits. ഓറിയന്റോളജി എന്ന് പറഞ്ഞാൽ പക്ഷിശാസ്ത്രം. അപ്പോൾ ഈ പക്ഷിശാസ്ത്രം ഒരു വിനോദമായിട്ടോ അല്ലെങ്കിൽ ഒരു തൊഴിലായിട്ടോ നിങ്ങൾ കരുതുകയാണെങ്കിൽ അത് നിറയെ അഡ്വഞ്ചേഴ്സ്, അതായത് സാഹസികതകൾ, റിവാർഡ്സ്, നേട്ടങ്ങൾ, ഡിസപ്പോയിൻമെൻറ്റ്സ്, നിരാശകൾ നിറഞ്ഞതായിരിക്കും. എന്നാലും സാധാരണഗതിയിൽ ഏറ്റവും സമാധാനപരമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഓറിയന്റോളജി, ഈ പക്ഷിശാസ്ത്രം അല്ലെങ്കിൽ ബേർഡ് വാച്ചിങ്, പക്ഷി നിരീക്ഷണം. ഇറ്റ് ഈസ് certainly not lacking in excitement and thrills though. എങ്കിലും അതിൽ ആവേശത്തിനും ഉന്മേഷത്തിനും
അതായത് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ത്രിൽസ്, യാതൊരു കുറവുമില്ല. വിത്ത് ദ റിച്ച്നെസ് ആൻഡ് വെറൈറ്റി ഓഫ് ബേർഡ് ലൈഫ് ഇൻ ഇന്ത്യ, എക്സൈറ്റിംഗ് ഡിസ്കവറീസ് ക്യാൻ ബി മെയ്ഡ് ബൈ എനി ബേർഡ് വാച്ചർ. ഇന്ത്യയിലെ പക്ഷി സമ്പത്തിൻ്റെ വൈവിധ്യവും സമൃദ്ധിയും, അതായത് റിച്ച്നെസ് ആൻഡ് വെറൈറ്റി കണക്കിലെടുത്താൽ ഏതൊരു പക്ഷി നിരീക്ഷകനും ആവേശകരമായ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. അതാണ് ആവേശകരമായ കണ്ടെത്തലുകൾ, എക്സൈറ്റിംഗ് ഡിസ്കവറീസ്. ഇറ്റ് ഈസ് റിഫ്രഷിംഗ് ടു ഫൈൻഡ് ദാറ്റ് ബേർഡ് വാച്ചിങ് ആസ് എ ഹോബി ഈസ് ഗ്രോയിങ് റാപ്പിഡ്ലി ഇൻ പോപ്പുലാരിറ്റി. പക്ഷി നിരീക്ഷണം ഒരു വിനോദമെന്ന നിലയിൽ, അതാണ് ഹോബി, ആസ് എ ഹോബി, ഒരു വിനോദമെന്ന നിലയിൽ അതിവേഗം ജനപ്രീതി നേടുന്നത് കാണുമ്പോൾ, അതായത് റാപ്പിഡ്ലി ഗ്രോയിങ് ഇൻ പോപ്പുലാരിറ്റി, അതിവേഗം ജനപ്രീതി നേടുന്നത് കാണുമ്പോൾ വളരെയധികം ആശ്വാസകരമായ ഒരു കാര്യമാണ്. I had grown up only on the traditional accounts of the nesting habits of birds. പക്ഷികളുടെ കൂടുകൂട്ടുന്ന ശീലങ്ങൾ, അതായത് നെസ്റ്റിംഗ് ഹാബിറ്റ്സ്, ഇതിനെക്കുറിച്ചുള്ള ട്രഡീഷണൽ അക്കൗണ്ട്സ്, പരമ്പരാഗതമായ വിവരണങ്ങൾ, ഇത് മാത്രം കേട്ടാണ് ഞാൻ വളർന്നത്. These were interesting enough for a keen bird photographer, as I was, to want to record on film. എന്നെപ്പോലെ താല്പര്യമുള്ള ഒരു പക്ഷി ഫോട്ടോഗ്രാഫർക്ക് അവയെല്ലാം ഫിലിമിൽ പകർത്താൻ തോന്നുന്ന വിധം അത്രയും കൗതുകകരമായിരുന്നു ആ വിവരണങ്ങൾ. But while concealed in a canvas hide, perched high up on a step ladder a few yards away from the nest, I noticed some unusual goings on which clearly showed that the birds had not read the textbooks. കൂടുകളിൽ നിന്ന് ഏതാനും അടി അകലെ ഒരു ഏണിക്ക് മുകളിൽ വെച്ചിരിക്കുന്ന തുണിയുടെ മറയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുമ്പോൾ, അതാണ് ക്യാൻവസ് ഹൈഡ്, തുണിയുടെ മറ. ഈ തുണിയുടെ മറയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുമ്പോൾ അവിടെ ചില അസാധാരണമായ കാര്യങ്ങൾ, അൺയൂഷ്വൽ ഗോയിങ്സ് ഓൺ, നടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണത്? പക്ഷികൾ പാഠപുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന ചില സംഭവങ്ങളായിരുന്നു അത്. ഇവിടെ എന്തിനാണ് ബേർഡ്സ് ഹാഡ് നോട്ട് റെഡ് ദ ടെക്സ്റ്റ് ബുക്ക്, അതായത് പക്ഷികൾ പാഠപുസ്തകം വായിച്ചിട്ടില്ല എന്ന് ഒരു പ്രയോഗം ഇവിടെ കാണുന്നുണ്ട്. ഇതൊരു കോണ്ടെക്സ്ച്വൽ മീനിങ് ആണ്, സന്ദർഭം അനുസരിച്ചുള്ളൊരു അർത്ഥം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ചിലപ്പം തമാശ രൂപേണ ഒക്കെ പറയാറുള്ള കാര്യങ്ങളാണ്. അതായത് ഈ മനുഷ്യൻ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെയല്ല പ്രകൃതിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ അതാണ് സംഭവിച്ചത്. ടെക്സ്റ്റിൽ എഴുതിയ പോലെയല്ല ഈ പക്ഷി അവിടെ പെരുമാറിയത്. ഈ ഏണീൻ്റെ മേലെ കയറി നോക്കുന്ന സമയത്ത് അവിടെയുള്ള പക്ഷികളുടെ പെരുമാറ്റം കണ്ടപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയത് പോലെയല്ല ആ പക്ഷികൾ അവിടെ പെരുമാറുന്നത്. അതായത് തമാശ രൂപേണ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് പക്ഷികൾ വായിച്ചിരുന്നെങ്കിൽ അവരിങ്ങനെയല്ല പെരുമാറുക എന്നുള്ളത് തിരിച്ചു പറയുന്നത് പോലെയുള്ളൊരു പ്രയോഗമാണത്. While the field study of birds is a peaceful occupation, it is not entirely without hazards. ഈ പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഒരു സമാധാനപരമായ ഒരു തൊഴിലാണെങ്കിലും അത് പൂർണ്ണമായും അപകടങ്ങളില്ലാത്തതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. In elephant-ridden jungles in South India, for instance, I have frequently found myself in disturbing situations. ഉദാഹരണത്തിന് പറയുക, അതായത് ഫോർ ഇൻസ്റ്റൻസ്, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ദക്ഷിണ ഇന്ത്യയിലെ ആനകൾ നിറഞ്ഞ കാടുകളിൽ ഞാൻ പലപ്പോഴും അസ്വസ്ഥതയുണ്ടാക്കുന്ന അല്ലെങ്കിൽ അപകടകരമായ സാഹചര്യങ്ങളിൽ ചെന്നുപെട്ടിട്ടുണ്ട്. എ വൈൽഡ് എലിഫന്റ് suddenly come upon at close quarters, a situation by no means uncommon in parts of Karnataka and Kerala, can be an unnerving experience. ഒരു കാട്ടാനയെ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വളരെ അടുത്ത് വെച്ച്, അതാണ് അറ്റ് ക്ലോസ് ക്വാർട്ടേഴ്സ്, ഓക്കെ, ഈ വളരെ അടുത്ത് വെച്ച് അങ്ങോട്ട് കാണുകയാണ് അല്ലെങ്കിൽ കണ്ടുമുട്ടുകയാണ്. ഇത് കർണാടകത്തിലെയും കേരളത്തിലെയും കാടുകളിൽ വളരെ സാധാരണമായി നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഈ ഒരു അനുഭവം ആരെയും വിറപ്പിച്ച് കളയും. ഭയം കൊണ്ട് വിറച്ചു പോകുക ആൾ. അതാണ് അൺനെർവിങ് എന്ന് പറഞ്ഞാൽ വിറച്ചു പോവുക. ഇൻ ഫാക്ട് ദർ ഈസ് ലിറ്റിൽ ഡേഞ്ചർ ഫ്രം എ വൈൽഡ് എലിഫന്റ് അൺലെസ് ഇറ്റ് ഹാപ്പൻസ് ടു ബി എ റോഗ് ഓർ എ ഫീമെയിൽ വിത്ത് എ സ്മോൾ കാഫ്. ഇവിടെ റോഗ് എന്ന് പറഞ്ഞാൽ ഒറ്റയാന അല്ലെങ്കിൽ അക്രമാസക്തനായ ആന. പിന്നെ ഫീമെയിൽ വിത്ത് എ സ്മോൾ കാഫ്, ഒരു പിടിയാന, കുട്ടിയോടുകൂടെ ഉള്ള ഒരു പിടിയാന അല്ലെങ്കിൽ ഫീമെയിൽ എലിഫൻ്റ് ആണെങ്കിൽ. ഈ രണ്ട്
തരത്തിലുള്ള ആനകളെ മുന്നിലാണ് പെട്ടുപോകുന്നതെങ്കിൽ വലിയ അപകടമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. My journey by the romantic Cochin Forest Tramway was in February 1946, shortly before it was dismantled to make way for the gigantic പറമ്പിക്കുളം hydroelectric project. ഇദ്ദേഹം കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയിൽ 1946 ഫെബ്രുവരിയിൽ ഒരു യാത്ര പോയിരുന്നു. അത് വളരെ ആകർഷകമായിരുന്നു, കാട്ടിലൂടെയുള്ള യാത്ര. അതാണ് റൊമാൻറ്റിക് എന്ന് പറയുന്നത്. പക്ഷെ ആ യാത്ര പോയത് പറമ്പിക്കുളത്ത് വളരെ വലിയൊരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് വേണ്ടി സ്ഥലമെടുത്തിട്ട് ആ കാടൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ഈ ട്രാംവേയും റെയിലും കാര്യങ്ങളൊക്കെ ഡിസ്മാൻഡിൽ ചെയ്ത് പോയിരുന്നു. അതിന് തൊട്ട് മുമ്പായിരുന്നു, ഷോർട്ട്ലി ബിഫോർ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ യാത്ര. ദ ഹ്യൂജ് ഡാം ആൻഡ് റിസർവോയർ ഹാസ് നൗ കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് പറമ്പിക്കുളം ആൻഡ് ഓൾ ദ ലവ്ലി കൺട്രി അറൗണ്ട് ഇറ്റ്. ആ കൂറ്റൻ അണക്കെട്ടും ജലസംഭരണിയും പറമ്പിക്കുളത്തെയും അതിനു ചുറ്റുമുള്ള അതിമനോഹരമായ ആ പ്രദേശത്തെയും ഒക്കെ പൂർണ്ണമായും വെള്ളത്തിൻ്റെ അടിയിലായി. വി റീച്ച്ഡ് പറമ്പിക്കുളം ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. അങ്ങനെ ഞങ്ങൾ പറമ്പിക്കുളത്ത് എത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞ് ഇരുട്ട് ആയി തുടങ്ങിയിരുന്നു. ഇൻ ദ വരാന്ത ഓഫ് ദ ഫോറസ്റ്റ് ബംഗ്ലാവ് ഐ ഫൗണ്ട് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് കാഡാർ ആദിവാസീസ് ആൻഡ് ഇൻ ദ മിഡ്സ് എ ബെയർ ഫൂട്ടഡ് ടോപ്ലെസ് യൂറോപ്യൻ മെയിൽ ഇൻ ക്രംബിൾഡ് കാക്കി ഷോർട്ട്സ്. ഫോറസ്റ്റ് ബംഗ്ലാവിൻ്റെ വരാന്തയിൽ ഞാനൊരു വലിയ കൂട്ടം കാഡാർ ആദിവാസികളെ കണ്ടു. അവരുടെ ഇടയിൽ ചെരുപ്പിടാതെ ഷർട്ടും ബനിയനും ഒന്നും ധരിക്കാത്ത വെറും ഒരു ചുളിഞ്ഞ കാക്കി ട്രൗസർ മാത്രം ഇട്ട ഒരു യൂറോപ്യൻ പുരുഷനെ കണ്ടു. യൂറോപ്യൻ ഒരു സായിപ്പ്, ഒരു പുരുഷനെ കണ്ടു. വി സൂൺ ഇൻട്രഡ്യൂസ്ഡ് ആർസെൽവ്സ്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പരസ്പരം പരിചയപ്പെട്ടു. ഹി വാസ് എൻ ഓസ്ട്രേലിയൻ ആന്ത്രോപോളജിസ്റ്റ്, ബാരോൺ ഒമാർ റോൾഫ്. അദ്ദേഹം ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന നരവംശ ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബാരൺ ഒമാർ റോൾഫ് എന്നാണ്. ഹി ക്ലെയിംഡ് ഓറിയന്റോളജി ടു ബി ഹിസ് സെക്കൻഡ് ലവ് ആൻഡ് എക്സ്പ്രസ്ഡ് ഗ്രേറ്റ് കീൻനെസ് ഓൺ അക്കംപനിങ് മീ ദ നെക്സ്റ്റ് മോർണിംഗ്. അതായത് ഓറിയന്റോളജി, അതായത് പക്ഷി ശാസ്ത്രം അല്ലെങ്കിൽ പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടകാര്യങ്ങളിൽ 2ാം സ്ഥാനത്താണെന്ന് പറഞ്ഞത്. അതാണ് ഹിസ് സെക്കൻഡ് ലവ് എന്ന് പറയാൻ കാരണം. അതുകൂടാതെ അടുത്ത ദിവസം രാവിലെ ഈ പക്ഷി നിരീക്ഷണത്തിനായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ വരാൻ വലിയ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ലെഡ് ബൈ എ ഫോറസ്റ്റ് ഗാർഡ് വി were stalking along a narrow animal trail through dense tall grassland above 5 feet high, the right kind of habitat for the broad-tailed grass warbler. ഒരു ഫോറസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ 5 അടിയിലധികം ഉയരമുള്ള തിങ്ങി നിറഞ്ഞതുമായ പുൽക്കാടിനിടയിലൂടെ ഒരു ഇടുങ്ങിയ മൃഗപാത, അതാണ് നാരോ ആനിമൽ ട്രെയിൽ, ഒരു ഇടുങ്ങിയ മൃഗപാതയിലൂടെ ഞങ്ങൾ നടന്ന് നീങ്ങുകയായിരുന്നു. ഓക്കെ, പിന്നെ പറയുന്നു ഈ പുൽക്കാട് റൈറ്റ് കൈൻഡ് ഓഫ് ഹാബിറ്റാറ്റ്, അതായത് ഈ ബ്രോഡ് ടെയിൽഡ് ഗ്രാസ് റാബ്ലർ എന്ന് പറഞ്ഞ ഈ പക്ഷികൾ താമസിക്കുന്ന ഒരു ആവാസ സ്ഥലമായിരുന്നു ഈ പുൽക്കാട്. അപ്പോൺ ടേണിംഗ് എ ബെൻഡ് ഇൻ ദ പാത്ത് ദ ഫോറസ്റ്റ് ഗാർഡ് സഡൻലി ഡക്ട് എക്സൈറ്റഡ്ലി പോയിന്റിംഗ് ഇൻ ഫ്രണ്ട്. അപ്പോൾ ഇവർ നടന്നുകൊണ്ടിരിക്കുന്ന ആ പാത ഒന്നിങ്ങനെ വളയുന്നുണ്ട്, ഒരു വളവ് വന്നവിടെ. അപ്പോൾ ആ വളവ് അങ്ങോട്ട് കടന്ന ഉടനെ ഈ വനപാലകൻ എന്ത് ചെയ്ത് സഡൻലി ഡക്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ പിന്നോട്ട് തന്നെ വന്നു, വളരെ പെട്ടെന്ന് പിന്നോട്ട് വന്നു. എന്നിട്ട് എന്താ ചെയ്തത്, വളരെ എക്സൈറ്റഡ് ആയിട്ട് വിരൽ ചൂണ്ടിക്കാണിച്ചു, ആ ദിശയിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പിന്നോട്ടേക്ക് ഇങ്ങോട്ട് ഒഴിഞ്ഞു മാറി വന്നത്. ഐ ജസ്റ്റ് ഗ്ലിംസ്ഡ് ദ ഹെഡ് ഓഫ് എ ടസ്കർ സ്ട്രൈഡിംഗ് ഡൗൺ ദ സെയിം പാത്ത് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് ടേൺ ടു ഫ്ലീ ആസ് ഫാസ്റ്റ് ആസ് ഐ കുഡ്, motioning to Omar, who was 10 yards behind me, to do likewise. Just glimpsed the head of a tusker striding down the same path from the opposite direction. അതാണ് ഈ വനപാലകൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഇവൻ കണ്ടു, അതായത് ഗ്ലിംസ്, ഒരു പെട്ടെന്നൊരു നോട്ടം കാണാൻ ഇതിനെ ടസ്കർ, ഒരു കൊമ്പനാനെ സ്ട്രൈഡിങ് ഡൗൺ, അതായത് ഇവർ പോകുന്ന ഓപ്പോസിറ്റ്, ഇവർ പോകുന്നതിൻ്റെ എതിർ ദിശയിൽ നിന്ന് ഒരു കൊമ്പനാന ഇങ്ങോട്ട് നടന്നു വരുന്നതായിട്ട് ഇവൻ കണ്ടു. അതാണ് ഇവൻ ചൂണ്ടിക്കാണിച്ചത്. എന്നിട്ട് ഇവൻ എന്താ ചെയ്തത്, ടേൺ ടു ഫ്ലീ ആസ് ഫാസ്റ്റ് ഐ കുഡ്. അപ്പോൾ അവന് കഴിയുന്നത്ര സ്പീഡിൽ അവൻ ഓടി. ഫ്ലീ എന്ന് പറഞ്ഞാൽ ഓടി മാറുക, അവിടുന്ന് ഓടി.
ആ ഓടുന്ന സമയത്ത് എന്താ ചെയ്തത്? മോഷനിങ് ടു ഒമാർ ഹു വാസ് 10 yards ബിഹൈൻഡ് മീ ടു ഡു സോ. അപ്പം അവന് പിന്നിലെ 10 അടി പിന്നിലായിട്ടാണ് ഈ ഒമാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഒമാറിനോട് കൈകൊണ്ട്, അതായത് മോഷനിങ്, കൈകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ്. ഓടിക്കോ ഓടിക്കോ, ഞാൻ ഓടുന്ന പോലെ തന്നെ ഓടിക്കോ എന്നുള്ള ആക്ഷൻ കാണിച്ചുകൊണ്ടാണ് ഇവൻ ഓടുന്നത്. ഐ ഹാവ് നോട്ട് സീൻ എനി വൺ റിയാക്ട് മോർ ക്വിക്കലി. ആരും ഇത്ര പെട്ടെന്ന് പ്രതികരിക്കുന്നത്, അതായത് റിയാക്ട് ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പേ ഒന്നും കണ്ടിട്ടില്ല. He spun round with the agility of a cat and sprinted as fast as his long legs could carry him, looking neither to right nor left. ഇവിടെ എജിലിറ്റി എന്നൊരു വാക്കുണ്ട്. എജിലിറ്റി എന്നൊരു കഴിവ്. ഓക്കെ, എജിലിറ്റി ഓഫ് എ കാറ്റ്, ഒരു പൂച്ചയുടെ കഴിവ് പോലെ, ഒരു പൂച്ച ചെയ്യുന്നത് പോലെ. അത്രയും സ്പീഡിലാണ് അവൻ സ്പൺ, തിരിഞ്ഞത്. അതായത് ഇവൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ തിരിഞ്ഞു ഓടുകയാണ്. അത് വളരെ സ്പീഡിലാണ്. അത് പൂച്ചേൻ്റെ റിയാക്ഷനും ആക്ഷനൊക്കെ ഭയങ്കര സ്പീഡാണ്. നമ്മൾ കണ്ണ് ചിമ്മി തുറക്കുമ്പോഴത്തേക്കും പൂച്ചേൻ്റെ ആക്ഷൻ കഴിയും. അങ്ങനെയാണ് അതിൻ്റെ ആക്ഷൻ, അത്രയും സ്പീഡാണ്. അപ്പോൾ അതുപോലെ ഇവിടെ വിവരിക്കുന്നത്. അതുപോലെ ഇവൻ ഇവിടെ തിരിഞ്ഞത്. എന്നിട്ട് എന്താ ചെയ്തത്? സ്പ്രിന്റഡ് ആസ് ഫാസ്റ്റ് ആസ് ഹിസ് ലോങ് ലെഗ്സ് വുഡ് ക്യാരി ഹിം. അവൻ്റെ നീളമേറിയ കാലുകൾ കൊണ്ട് അവൻ ഓടാൻ പറ്റുന്ന അതിവേഗത്തിൽ, അത്രയും വേഗത്തിൽ അവൻ ഓടി. എങ്ങനെ ഓടിയത്? ഇടത്തോട്ടും വലത്തോട്ടും നോക്കാതെയാണ് ഇവൻ ഓടുന്നത്. ഹി സൂൺ ഔട്ട് ഡിസ്റ്റൻസ്ഡ് മീ ബൈ 100 yards ആൻഡ് ഇറ്റ് ലുക്ക്ഡ് ആസ് ഇഫ് ഹി വുഡ് നെവർ സ്റ്റോപ്പ് റണ്ണിങ്. വളരെ പെട്ടെന്ന് തന്നെ എന്നിൽ നിന്ന് 100 yards അവൻ ഓടി ദൂരെത്തി. 100 yard എന്ന് പറഞ്ഞാൽ ഏകദേശം 300 അടി. ഓക്കെ, പിന്നെ ഇവൻ്റെ ഓട്ടം കണ്ടാൽ അടുത്ത കാലത്തൊന്നും ഇവൻ ഓട്ടം നിർത്തില്ല. അതുപോലെയാണ് ഇവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. He did so finally another 100 yards further, and it was only when I got up to him, hot and panting, that he breathlessly whispered, "What was it?" അങ്ങനെ അവൻ പിന്നെയും മറ്റൊരു 100 യാർഡും കൂടെ ഓടി. അങ്ങനെ ഓടിക്കഴിഞ്ഞ് ഒടുവിൽ അവൻ അവിടെ നിന്നു. ഞാനാണെങ്കിലോ അവൻ്റെ പിന്നാലെ ഓടി വിയർത്ത് കിതച്ച് അവൻ്റെ അടുത്തെത്തി. അപ്പോൾ എനിക്കും ശ്വാസം ശരിക്കും കിട്ടുന്നില്ല, അവനും ശ്വാസം കിട്ടുന്നില്ല. എന്നിട്ട് കിതപ്പോടുകൂടെ അവൻ ചോദിക്കുകയാണ്, എന്തായിരുന്നു അത്? വാട്ട് വാസ് ഇറ്റ്? ഇറ്റ് വാസ് ആൻ അമ്യൂസിംഗ് ഇൻസിഡൻറ്റ് ഓഫ് വിച്ച് ഐ ആം ഓൾവേസ് റിമൈൻഡഡ് വെനെവർ ഐ സീ എ വൈൽഡ് ടസ്കർ ലുക്കിംഗ് അറ്റ് മീ. അങ്ങനെ ഈ കഴിഞ്ഞ സംഭവം വളരെ രസകരമായൊരു സംഭവമായിരുന്നു. എപ്പോഴെങ്കിലും ഒരു കാട്ടാന എന്നെ നോക്കുന്നത് കാണുമ്പോഴൊക്കെ എനിക്ക് ഈ സംഭവമാണ് ഓർമ്മ വരിക. In this case, the poor elephant had perhaps never noticed our presence. ഈ സംഭവത്തിൽ ആ ആന നമ്മളെ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. He veered away into the grass before reaching the bend and was not seen again. ആ ആന ഞങ്ങളുടെ ആ ബെൻഡ് ഉണ്ടല്ലോ, ആ വളവ് എത്തുന്നതിന് മുമ്പേ തന്നെ ആ വഴി മാറി ആ പുല്ലിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി കാട്ടിലേക്ക് അങ്ങോട്ട് പോയി. അതിനുശേഷം അതിനെ പിന്നെ കണ്ടില്ല. ഹി വീഡ് എവേ. കണ്ടോ, ഇവിടെ VERED എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, വീഡ് എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന വഴി മാറി വേറെ വഴിക്ക് അങ്ങോട്ട് നീങ്ങിപ്പോകുക. അതിനാണ് ഹി വീഡ് എവേ എന്ന് പറയാം. ഓറിയന്റോളജി മേ സംടൈംസ് എൻറ്റെയിൽ ഹസാർഡ്സ് ഓഫ് എ ഡിഫറെൻറ്റ് കൈൻഡ്. ഈ പക്ഷിശാസ്ത്രം, ഓറിയന്റോളജി എന്ന് പറഞ്ഞാൽ പക്ഷിശാസ്ത്രം, മിക്ക സമയത്തും പലതരത്തിലുള്ള അപകടങ്ങൾ, അതാണ് ഹസാർഡ്സ് ഓഫ് എ ഡിഫറെൻറ്റ് കൈൻഡ്. പലതരത്തിലുള്ള അപകടങ്ങളിൽ നമ്മൾ ചെന്ന് പെടാൻ സാധ്യതയുണ്ട്. അതാണ് എൻറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഇൻവോൾവ് ആവുക, അല്ലെങ്കിൽ ചെന്ന് പെടുക എന്നൊക്കെ അർത്ഥം നമുക്ക് പറയാം. ഐ റീകോൾ വൺ പെർട്ടിക്കുലർലി ഹെയർ റേസിംഗ് ഇൻസിഡൻറ്റ് അലോങ് ദ ഹിമാലയൻ ട്രെയിൽ ഫ്രം അൽമോറ ടു ദ ലിപ്പു ലേക്ക് പാസ് ഓൺ മൈ വേ ടു ലേക്ക് മാനസോവർ ആൻഡ് മൗണ്ട് കൈലാസ് ഇൻ 1945. 1945 മാനസോവർ തടാകത്തിലേക്കും കൈലാസ് പർവ്വതത്തിലേക്കും പോകുന്ന വഴിയിൽ, ഓക്കെ, മാനസോവർ തടാകം, ലേക്ക് മാനസോവർ ആൻഡ് മൗണ്ട് കൈലാസ്, അതാണ് കൈലാസ പർവ്വതങ്ങൾ. അങ്ങോട്ട് പോകുന്ന വഴിയിൽ അൽമോറയിൽ നിന്ന് ലിപ്പു ലേക്ക് പാസ്, അതാണ് അൽമോറ ടു ദ ലിപ്പു ലേക്ക് പാസ്. അങ്ങനെ ലിപ്പു ലേക്ക് പാസ് വരെയുള്ള ഹിമാലയൻ പാത, അതായത് ട്രയൽ ഹിമാലയൻ കാട്ടുപാതയിലുണ്ടായ ഒരു ഭയങ്കരമായ ഭയപ്പെടുത്തുന്ന സംഭവം, അതാണ് ഹെയർ റേസിംഗ് ഇൻസിഡൻറ്റ്. ഭയങ്കര ഭയപ്പെടുത്തുന്ന സംഭവമാണ് എനിക്ക് പ്രത്യേകം ഓർമ്മ വരുന്നത്. ഇറ്റ് വാസ് അറ്റ് എ പെർട്ടിക്കുലർലി നാരോ പാർട്ട് ഓഫ് ദ ട്രെയിൽ വിത്ത് 1,000 feet of vertical scrap on one side and the roaring Kali river some 300 feet vertically down the other. ഇവിടെ പറയുന്നു,
ഹിമാലയൻ ട്രെയിൽ, അതായത് ആ ഹിമാലയൻ കാട്ടുപാതയുടെ ഒരു വശത്ത് 1000 അടി ഉയരത്തിൽ ചെങ്കുത്തായ പാറ, ഓക്കെ, മറുവശത്ത് ഏകദേശം 300 അടി താഴെ വളരെ ശക്തിയോടെ, വളരെ ശബ്ദത്തോടെ കുത്തി ഒഴുകുന്ന കാളി നദി. ഇതായിരുന്നു ആ സംഭവം നടന്ന ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ്. ഇവിടെ വെച്ചാണ് ആ സംഭവം നടന്നത്. ആ സംഭവം നടന്ന ആ സ്ഥലത്തിനെ വിവരിക്കുകയാണ് ഇവിടെ. Porters pitched the tent there, though I had walked ahead of them. ചുമട്ട് തൊഴിലാളികൾ ടെൻ്റ് അടിച്ച് ആ വഴിയുടെ ഓരത്ത് അവിടെ നിന്നു. അതായത് ആ വഴിയിൽ കുറച്ച് വീതിയുള്ള ഭാഗത്തായിരിക്കണം അവർ ടെൻ്റ് അടിച്ച് അവരവിടെ നിന്നു. പക്ഷെ ഞാൻ അവരെയും കടന്ന് മുന്നോട്ട് പോയിരുന്നു. ജസ്റ്റ് at that moment a tiny bird, how well I remember that, yellow-napped Yuhina, got up to the top of a bush some yards away on the flanking hillside. അങ്ങനെ ഞാൻ ആ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മയുള്ള ആ ഒരു മഞ്ഞ നിറത്തിലുള്ള, അതായത് കഴുത്തിന് പിന്നിൽ മഞ്ഞ നിറമുള്ള ഒരു യുഹീന വർഗത്തിൽപ്പെട്ട ഒരു ചെറിയ പക്ഷി ആ മലഞ്ചെരുവിലുള്ള ഒരു കുറ്റിച്ചെടിയുടെ മുകളിലേക്ക് വന്ന് ഇരുന്നു. ഫ്ലാങ്കിങ് ഹിൽസൈഡ് എന്ന് പറഞ്ഞാൽ മലഞ്ചെരുവ്. ഓക്കെ, പിന്നെ ഈ ചിത്രത്തിൽ കാണുന്നതാണ് യെല്ലോ നാപ്ഡ് യുഹീന. നാപ്ഡ് എന്ന് പറഞ്ഞാൽ കഴുത്തിന്റെ പിൻഭാഗത്തിനാണ് ഈ നാപ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ കഴുത്തിന്റെ പിൻഭാഗത്ത് മഞ്ഞ നിറമുള്ള യുഹീന വർഗത്തിൽപ്പെട്ട ഒരു കുഞ്ഞി പക്ഷി, ഈ പക്ഷിയാണ് പെട്ടെന്ന് ഇദ്ദേഹം നടന്നു പോകുമ്പോൾ ആ മലഞ്ചെരുവിലുള്ള ഒരു കുറ്റിച്ചെടിയുടെ മേലേക്ക് വന്ന് ഇരുന്നത്. ജസ്റ്റ് ആസ് ഐ ഗോട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് മൈ ഗ്ലാസസ് ഇറ്റ് ഹോപ്ഡ് എ ബിറ്റ് ഫർദർ അപ്പ്. അങ്ങനെ ഞാൻ ഇതിനെ കണ്ട ഉടനെ ഞാൻ എൻ്റെ ബൈനോക്കുലർ എടുത്തു. അതായത് ഗ്ലാസസ് എന്ന് പറഞ്ഞാൽ ബൈനോക്കുലർ, ദൂരദർശിനി. ആ ബൈനോക്കുലർ എടുത്തിട്ട് ഇതിനെ എയിം ചെയ്തു, നോക്കാനായിട്ട് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തു. ആ സമയത്താണ് ഇറ്റ് ഹോപ്ഡ് എ ബിറ്റ് ഫർദർ അപ്പ്, അത് അവിടെ ഇരുന്നോടുന്ന് ഒന്ന് മേലോട്ട് അങ്ങ് ചാടി, കുറച്ച് മേലോട്ടുള്ള ഒരു ചെടിയിലേക്ക് അങ്ങ് ചാടി. സോ ടു ഗെറ്റ് എ ബെറ്റർ വ്യൂ ഐ ടുക്ക് എ സ്റ്റെപ്പ് ബാക്ക്. അങ്ങനെ നല്ലൊരു വ്യൂ കിട്ടാനായിട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് പിന്നോട്ടെടുത്ത്. എങ്ങനെ? വിത്ത് ദ ഗ്ലാസസ് സ്റ്റിൽ ഗ്ലൂഡ് ടു മൈ ഐസ്. പക്ഷേ ആ ബൈനോക്കുലർ എൻ്റെ കണ്ണിന് നീക്കിയില്ല. എവിടേക്കാണ് നീങ്ങുന്നതെന്നോ ഒന്നും ഞാൻ ശ്രദ്ധിക്കാതെ ബൈനോക്കുലർ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഞാൻ പിന്നോട്ട് നീങ്ങി. entirely unmindful of where I was standing with my back to the abyss. abyss എന്ന് പറഞ്ഞാൽ അഗാധമായ സ്ഥലത്തിന് abyss എന്ന് പറയുന്നത്. അപ്പം യാതൊരു ഓർമ്മയുമില്ല ഞാനിങ്ങനെ ചെങ്കുത്തായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഒന്ന് കാല് തെറ്റിയാൽ ഞാൻ അങ്ങനെ വീണു പോകും. 300 അടി താഴെ ഒരു നദിയിലേക്കാണ് വീഴുക. അപ്പം അങ്ങനത്തെ അത്രയും ഡേഞ്ചറായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നതെന്നുള്ളൊരു മൈൻഡ് ഇല്ലാതെ, ശ്രദ്ധിക്കാതെ ഞാൻ പിന്നോട്ട് നീങ്ങി. ആസ് ഐ ഡിഡ് സോ I felt a small pebble slip from under my heel and heard a faint continuing clatter as it went rolling down the hill. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവൻ പെട്ടെന്ന് പിന്നോട്ട് നീങ്ങി എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് ഇവൻ ഒരു ചെറിയ കല്ലിൻ്റെ മേലെ ചവിട്ടിപ്പോയി. ആ ചവിട്ടിപ്പോയ സമയത്ത് അതങ്ങോട്ട് സ്ലിപ്പായി ആ ചെങ്കുത്തായ പാറേൻ്റെ മേലെ കൂടെ അങ്ങനെ ഉരുണ്ട് താഴോട്ട് പോയി. അപ്പോൾ ഇവിടെ പറയുന്നു ഹേർഡ് എ ഫെയിൻറ്റ് കണ്ടിന്യൂയിങ് ക്ലാറ്റർ. അപ്പോൾ ഈ കണ്ടിന്യൂയിങ് ക്ലാറ്റർ എന്ന് പറഞ്ഞാൽ ഈ പാറേൻ്റെ മേലെ കൂടെ ഈ കല്ല് ഉരുണ്ട് പോകുമ്പം തട്ടി ഉണ്ടാകുന്ന ശബ്ദത്തിനെയാണ് ക്ലാറ്റർ എന്ന് പറയുന്നത്. കണ്ടിന്യൂയിങ് ക്ലാറ്റർ എന്ന് തുടർച്ചയായിട്ട് സംഭവിക്കുന്നത്, അതായത് ഉരുണ്ട് പോവുകയാണല്ലോ, വീഴുകയാണതായിട്ട്. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് കേൾക്കുന്ന ശബ്ദം. പക്ഷേ ഇവിടെ പറയുന്നു ഹേർഡ് എ ഫെയിൻറ്റ് കണ്ടിന്യൂയിങ്. അപ്പോൾ ആ ശബ്ദം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അതായത് ആ ഇവൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ദൂരോട്ട് പോവുകയാണ്, താഴോട്ട് പോകുന്തോറും ആ ശബ്ദം കുറഞ്ഞു വരികയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത്. Still unmindful of anything untoward, I casually looked back over my shoulders. Anything untoward എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കും എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഒരു അപകടം സംഭവിക്കും എന്നുള്ള കാര്യം തീരെ മനസ്സിൽ ഇല്ലായിരുന്നു, മറന്നുപോയി പുള്ളി. ഈ പക്ഷീനെ കണ്ടതോടുകൂടെ പുള്ളി നിൽക്കുന്നത് വളരെ ചെങ്കുത്തായ ഒരു വളരെ ആഴമുള്ള ഒരു കൊല്ലി എന്നൊക്കെ പറയില്ല നമ്മൾ, അതിൻ്റെ സൈഡിലാണ് നിൽക്കുന്നതെന്നുള്ള മറന്നുപോയി പുള്ളി ഈ പക്ഷീനെ കണ്ടതോടുകൂടെ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഐ കാഷ്വലി ലുക്ക്ഡ് ബാക്ക് ഓവർ മൈ ഷോൾഡേഴ്സ്. അപ്പോൾ ആ സ്ലിപ്പായ സമയത്ത് വളരെ ലാഘവത്തോടു കൂടെ ഷോൾഡറിൻ്റെ മേലെ കൂടെ ഒന്ന് ബാക്കോട്ട് നോക്കി. അപ്പോഴാണ് വാട്ട് ഐ സോ ലിറ്ററലി മെയ്ഡ് മൈ ഹെയർ സ്റ്റാൻഡ് ഓൺ എൻഡ്. അതായത് ആ കാഴ്ച കണ്ടപ്പോഴാണ് വല്ലാതെ എങ്ങോ ഞെട്ടലും ഭയവും എല്ലാം ഒന്നിച്ചങ്ങോട്ട് വന്ന് ആകെ തരുത്തുപോയി എന്ന് പറയും. അതിനാണ് മൈ ഹെയർ സ്റ്റാൻഡ് ഓൺ എൻഡ് എന്ന് പറയുന്നത്. ഇൻ എ ഫ്ലാഷ് ഐ റിയലൈസ്ഡ് ദാറ്റ് ഐ വാസ് ഓൺ ദ വെരി എഡ്ജ്. അതായത് ഒരു നിമിഷം കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കി ഞാൻ വളരെ അപകടകരമായിട്ട് ആ ചെങ്കുത്തായ ആ പാറയുടെ വളരെ എഡ്ജിലാണ്, അറ്റത്താണ് നിൽക്കുന്നത്. 2 inches more
ആൻഡ് ഐ വുഡ് ഹാവ് ഫോളോഡ് ദാറ്റ് റോളിക്കിംഗ് പെബിൾ. റോളിക്കിംഗ് എന്ന് പറഞ്ഞാൽ ഉരുണ്ട് മറിഞ്ഞ് തെറിച്ച് എന്ന് പോകുന്ന എന്നർത്ഥം. അപ്പം റോളിക്കിംഗ് പെബിൾ എന്ന് പറഞ്ഞാൽ ഉരുണ്ട് മറിഞ്ഞ് തെറിച്ച് പോയ ആ ചെറിയ കല്ല്. അപ്പം 2 ഇഞ്ചും കൂടെ അങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ ഞാനും ആ കല്ല് പോലെ ഉരുണ്ട് മറിഞ്ഞ് തെറിച്ച് പോയേനെ. ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് വെരി പ്ലസന്റ് ടു ബി ചേസിങ് ബേർഡ്സ് ഇൻ പ്ലസന്റ് പ്ലേസസ്. അതായത് വളരെ മനോഹരമായ സ്ഥലങ്ങൾ, സുഖകരമായ സ്ഥലങ്ങൾ, അതായത് ഒരു പ്രയാസമില്ലാതെ നടന്നു പോകാനൊക്കെ പറ്റിയ സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഈ പക്ഷികളെ പിന്തുടർന്ന് പോയി നോക്കാനൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഐ ഹാവ് വാച്ച്ഡ് ബേർഡ്സ് ത്രൂ ഹാഫ് എ സെഞ്ചുറി ആൻഡ് മോർ. 50 വർഷത്തിലേറെയായി ഞാൻ ഈ പക്ഷി നിരീക്ഷണവും പഠനവും ഒക്കെ ചെയ്തു വരുന്നു. ചീഫ്ലി ഫോർ ദ പ്ലഷർ ആൻഡ് ഇലൈഷൻ ദേ ഹാവ് എഫോർഡഡ്. അതായത് ഇത് ചെയ്തു വരുന്നത് കാര്യമായിട്ട് ഇവ നൽകുന്ന, അതല്ലെങ്കിൽ ആ പഠനം നൽകുന്ന സന്തോഷവും ആവേശവും, അതാണ് പ്ലഷർ ആൻഡ് ഇലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഠനം നൽകുന്ന സന്തോഷവും ആവേശവും കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. എ ഫോം ഓഫ് എസ്കേപ്പിസം. ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? ഈ പക്ഷി നിരീക്ഷണത്തിനെ കുറിച്ച് എ ഫോം ഓഫ് എസ്കേപ്പിസം, ഒരു തരത്തിലുള്ള മാറി നിൽക്കൽ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ ജീവിതത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ, പിരിമുറുക്കങ്ങൾ, ആശ്വാസമില്ലായ്മ, അസ്വസ്ഥരാവുക, ഇങ്ങനെയുള്ളൊരു സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഈ പക്ഷികളെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു സമാധാനം കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു തരത്തിലുള്ള മാറി നിൽക്കൽ. മേ ബി അങ്ങനെ ആയിരിക്കാം, പക്ഷേ വൺ ദാറ്റ് ഹാർഡ്ലി നീഡ്സ് ജസ്റ്റിഫിക്കേഷൻ. പക്ഷേ ഈ കാര്യത്തിന് പ്രത്യേകമായിട്ടൊരു ന്യായീകരണമോ വിശദീകരണമോ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എക്സ്ട്രാക്ട് ഫ്രം ദ ഫോൾ ഓഫ് എ സ്പാരോ ബൈ സലീം അലി. സലീം അലി എഴുതിയ ദ ഫോൾ ഓഫ് എ സ്പാരോ, അതായത് ഒരു കുരുവിയുടെ പതനം എന്ന പുസ്തകത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ച് മനസ്സിലാക്കിയത്. ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ എന്ന ഈ ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തുക.